ആ ക്യാൻസർ പേഷ്യന്റ് ആയ അമ്മയെ വെട്ടുകത്തിക്ക് വെട്ടിക്കൊന്ന മോൻ അവരേതോ മെന്റൽ ആശുപത്രി കിടക്കുക. അമ്മയെ കൊന്നതിന്റെ സങ്കടമല്ല, ഡി അഡിഷൻ, ഈ സാധനത്തിന്റെ വിഡ്രോവൽ സിൻഡ്രോം ആയിരിക്കാം, എനിക്കറിയില്ല, കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രാന്ത്. അത്തരത്തിൽ എത്രയോ കേസുകളാ രാഹുൽ നമ്മളെ നാട്ടിൽ കേട്ടു. ഇതിന്റെയൊക്കെ കുറ്റക്കാരനാരാ? ഞാൻ പൊളിറ്റിക്സ് രാഷ്ട്രീയം പറയുന്നതല്ല, സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റിന്റെ ആ മേഖലയിലേക്കുള്ള ഒരു നിരീക്ഷണം വളരെ കുറഞ്ഞു പോയി. നോക്കൂ, എറണാകുളത്ത് കഞ്ചാവോ MDMA കിട്ടാൻ ഒരു പാടുമില്ല. സീരിയസ്ലി ഒരു പാടുമില്ല. ഒരു 10 നമ്പറിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, ഗൂഗിൾ പേയിൽ പൈസ അയച്ചു കൊടുത്ത ഹോം ഡെലിവറി സംവിധാനം അടക്കം ഇവിടെയുണ്ട്. ഇത് അന്നാ ചോദിക്കും, നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരല്ലേ ഇതൊക്കെ കാണിക്കാൻ നിന്ന് ആരാടെ നമ്മളെ സഹായിക്കാൻ നിൽക്കണേ? ഇതൊരു വലിയ വാർത്തയല്ല. വാർത്ത മാത്രമോ? നമ്മൾ വാർത്തയുടെ പുറകെ പോയി കഴിഞ്ഞാല് പിന്നെ ഇവരുടെ ആക്രമണം കൂടെ നമ്മൾ സഹിക്കേണ്ടി വരും. അത് പോട്ടെ, ആക്രമണം സഹിക്കുക തയ്യാറാവുക, പക്ഷെ സംസ്ഥാന സർക്കാരിന് ഇതുമായി യാതൊരു വിധമായ പ്രതിബദ്ധതയില്ല. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രത്തോളം വലിയ ഓപ്പറേഷൻ നടത്തി കണ്ടെത്തി. നമുക്ക് ഒരു സമൂഹം മുഴുവൻ ഇതിന് അഡിക്റ്റ് ആയതിനു ശേഷം ഇത് കണ്ടെത്തിയത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. ഒരു സമൂഹത്തെ മുഴുവൻ ലാസലഹരിയിൽ ആറാടിച്ച് ഇവിടുത്തെ നിശാ പാർട്ടികളും സംസ്കാരമൊന്നും ഞാൻ പറയുന്നില്ല, അത് മറ്റേ തന്തയുവാണെന്ന് പുതുതലമുറ പറയും. എവിടെയാണ്, ഏത് പാർട്ടികളിലാണ്, ഏത് മേഖലയിലാണ് ഇത് ഒഴുകിയെത്താത്തത്?